തലസ്ഥാനം പൊങ്കാല വൈബിലാണ്. ഞങ്ങളെ രാത്രി 1 മണിയാകുമ്പോ പൊങ്കാലൊക്കെ അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്ഥലമൊക്കെ കണ്ടെത്തി. അമ്മന്റെ അനുഗ്രഹം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങള് രണ്ടാമത്തെ തവണയും വന്നത്. ഇല്ല, 4 കൊല്ലമായി. നമസ്കാരം. തലസ്ഥാനം പൊങ്കാല വൈബിലാണ്. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ വ്രതം നോറ്റ് കാത്തിരുന്ന പൊങ്കാല മഹോത്സവമാണ് നാളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ കോട്ടയിലാണ്. നിരവധി സ്ത്രീജനങ്ങൾ, അതായത് കേരളത്തിൽ നിന്നും അതുകൂടാതെ ഇതര സംസ്ഥാനത്തു നിന്നും ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ പൊങ്കാല സമർപ്പിക്കുവാൻ വേണ്ടി തലസ്ഥാനത്ത് ഇക്കഴിഞ്ഞ ദിവസം മുതലേ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. നിരവധി ആൾക്കാരാണ് മൺചട്ടിയും മറ്റ്, അതായത് പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങുവാൻ വേണ്ടി എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ആൾക്കാർ, അതായത് കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ നിരവധി ആൾക്കാരാണ് തലസ്ഥാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇത്തരത്തിൽ അമ്മയെ കാണാൻ, അമ്മയെ ദർശിക്കാൻ വേണ്ടിയും പൊങ്കാല സമർപ്പിക്കുവാൻ വേണ്ടിയും തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 9-9:15 ആറ്റുകാൽ ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം പൊങ്കാല സമർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, നിരവധി സ്ത്രീ ജനങ്ങളാണ് പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരുക്കങ്ങൾക്കായി കിഴക്കേ കോട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചേച്ചി കലം വാങ്ങുന്നുണ്ട്. എന്തായാലും ചേച്ചി, വട്ടിയൂർക്കാവ് പൊങ്കാല എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ് 2 വർഷമായിട്ട് ഇടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടുകയാണ്. ചിത്ര. ചട്ടി കിട്ടിയോ? കിട്ടി. ഓക്കെ, ഇതാണ് നിരവധി ആൾക്കാർ ചട്ടിയും തവിയും എല്ലാം തന്നെ വാങ്ങുവാൻ വേണ്ടി ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എവിടുന്നാ വരുന്നത്? എറണാകുളത്ത്. ഇന്നലെ എത്തി. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? ഇല്ല, 4 കൊല്ലമായി. ഉണ്ട്. എന്തായാലും ഇതാണ് എറണാകുളം ജില്ലയിൽ നിന്നും എത്തിയവരാണ്. ഇത്തരത്തിൽ നിരവധി, അതായത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ജില്ലകളിൽ നിന്നും നിരവധി ആൾക്കാരാണ് തലസ്ഥാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ അമ്മയ്ക്ക് ഒരു വട്ടമെങ്കിലും പൊങ്കാല സമർപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറുവാനായി നിരവധി വർഷങ്ങളായി പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്. 3-4 വർഷം, 10 വർഷത്തിലധികം പൊങ്കാല ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്ത്രീജനങ്ങളെല്ലാം തന്നെയുണ്ട്. ചേട്ടൻ ഇതാ ഇവിടെ കലം വെക്കുവാൻ വേണ്ടി. നല്ല വെയിലാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ വലിയ വെയിലാണ് അനുഭവപ്പെടുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു തിരക്കാണ് തലസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. അമ്മ, ഞങ്ങള് പാലക്കാട്ടിന്ന്. ഞങ്ങളെ ഇന്നലെ രാത്രി 1 മണിയാകുമ്പോ പൊങ്കാലൊക്കെ അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്ഥലമൊക്കെ കണ്ടെത്തി. അടുപ്പിനുള്ള കട്ടകളൊക്കെ കട്ട വെച്ച് എടുത്ത് വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? എന്താണ് 2ാമത്തെ കൊല്ലം. പിന്നെ ഓരോരുത്തവര് 13 കൊല്ലമായി, 12 കൊല്ലമായി. അമ്മയുടെ അനുഗ്രഹം ഉണ്ട്. കഴിഞ്ഞെല്ലാം വന്ന് നഷ്ടപ്പെട്ടു. ഇക്കെല്ലാം വന്ന് അനുഗ്രഹത്തോടെ ലാഭം കിട്ടുക. ശാന്ത. പ്രിയ. ഞങ്ങൾ പാലക്കാട്. ഇത് 2ാമത്തെ തവണ. ഉറപ്പായിട്ട് അമ്മന്റെ അനുഗ്രഹം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങള് 2ാമത്തെ തവണയും വന്നത്. നിങ്ങളൊരു ടീമായിട്ടാണോ? അതെ, ടീമായിട്ട്. കൊഴിഞ്ഞാമ്പാറ ടീമാണ്. കൊഴിഞ്ഞാമ്പാറ ഞങ്ങൾ 3ാം തവണയാണ്. എന്നും വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. കണ്ടെത്തി കിഴക്കേ കോട്ടയില്.
ഓ കല മേടിച്ചിട്ടില്ല, ഇനി കല മേടിക്കണം. അല്ല, ഞങ്ങൾ ആഴിമല പോകാൻ ഇറങ്ങിയതാണ്. ആഴിമല പോവുകയാണ്. അതെ, ഇനി അങ്ങോട്ടൊന്ന് പോവാണ്. ഇന്ദിര. പാലക്കാട് നിന്നും വന്ന ടീമാണ്. അവർ 2-3 വർഷങ്ങളായി ഇവിടെ പൊങ്കാല ഇടുന്ന ആൾക്കാരാണ്. എന്തായാലും അടുപ്പിനായുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞു എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇങ്ങനെയാണ് തലസ്ഥാനത്തിൻ്റെ ഒരു 2-3 ദിവസങ്ങളായുള്ള ഒരു കാഴ്ച. ഇതാണ് നിരവധി സ്ത്രീജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി തലസ്ഥാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആറ്റുകാൽ പൊങ്കാലയുടെ അവസാന ക്രമീകരണങ്ങളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മമാരെല്ലാവരും തന്നെ ചട്ടിയും കലവും തവിയും തെരളിക്കായുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഈ പൊങ്കാല സമയത്ത് കിഴക്കേക്കോട്ടയുടെ ഒരു വൈബ് ഇങ്ങനെയാണ്. കാരണം പൊങ്കാല സമർപ്പിക്കാനായുള്ള പൊങ്കാല സമർപ്പണത്തിനായുള്ള സാധനങ്ങളെല്ലാം തന്നെ വാങ്ങാൻ വേണ്ടി വരുന്നത് പ്രധാനമായും ഈ കിഴക്കേക്കോട്ടയിലാണ്. ചട്ടിയും കലവും മറ്റ് സാമഗ്രികളെല്ലാം തന്നെ വാങ്ങുവാൻ വേണ്ടി സ്ത്രീജനങ്ങൾ വലിയ രീതിയിൽ ഒഴുകിയെത്തുന്നത് കിഴക്കേക്കോട്ട ഭാഗത്താണ്. ഇവിടെ ഒരു വലിയൊരു ചന്തയുടെ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നിരവധി ആൾക്കാർ തലസ്ഥാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയാകുമ്പോഴേക്കും ഏകദേശം തലസ്ഥാനത്ത് പൂർണ്ണമായും പൊങ്കാല അടുപ്പുകൾ പൂർണ്ണമായും ഒരുങ്ങും. നിലവിൽ തന്നെ ഇപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും അടുപ്പുകളെല്ലാം തന്നെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മമാർ, നിരവധി സ്ത്രീജനങ്ങൾ. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തലസ്ഥാനം പൊങ്കാല വൈബിലാണ്. നാളെ രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തിന് ശേഷം ചടങ്ങുകൾ ആരംഭിക്കും. പാട്ടുപുരയിൽ തോറ്റം പാട്ടുകൾ, കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടും. ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നു എന്നാണ് വിശ്വാസം. പാട്ട് തീരുമ്പോൾ തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ പട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി അനീഷ് നമ്പൂതിരിക്ക് നൽകുകയും ചെയ്യും. 9:45 മേൽശാന്തി തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്ന ശേഷം ദീപം സഹമേൽശാന്തിക്ക് കൈമാറുകയും ചെയ്യും. തുടർന്ന് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലും തീ കത്തിക്കും. പിന്നാലെ ക്ഷേത്ര പരിസരത്തും നഗരത്തിലുമുള്ള പൊങ്കാല അടുപ്പുകളിൽ തീ പകരും. ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യ സമർപ്പണം നടക്കുക. 350ഓളം പൂജാരിമാരെ പൊങ്കാല നിവേദ്യത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. രാത്രി 8:30 കുത്തിയോട്ടത്തിന് ചൂരൽ കുത്തും. 10:45 മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് തുടങ്ങുകയും ചെയ്യും. പാറന്നൂർ എന്ന കൊമ്പനാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. കുത്തിയോട്ട ബാലന്മാർ അനുഗമിക്കുകയും ചെയ്യും. സായുധ പോലീസിൻ്റെ അകമ്പടിയും വാദ്യമേളങ്ങളും ഉണ്ടാകും. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ ആറ്റുകാലിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ജനങ്ങളാണ്, അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് നിലവിലിപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.